ദൈവജനത്തിന് വിരോധമായിട്ട് ഒരു വലിയ കൂട്ടം ശത്രുക്കൾ അണിനിരക്കുമ്പോൾ ദൈവജനം എന്തു ചെയ്യും? ഇനി ദൈവജനമല്ല, സാധാരണ ജനങ്ങളാണെന്നിരിക്കട്ടെ, ഒരു ബലവാനും ബലം കുറഞ്ഞവനും തമ്മിൽ അംഗത്തിനായി നേരിടുമ്പോൾ ആ ബലം കുറഞ്ഞവന്റെ ഉള്ളിൽ എന്താണ്? വലിയൊരു അങ്കലാപ്പുണ്ടാകും അല്ലേ? അവൻ അറിയുന്ന ദൈവത്തെ അവന്റെ ഹൃദയം നൊന്ത് അവൻ നിലവിളിച്ച് ആ ദൈവത്തിൽ ആശ്രയിക്കും. എന്നാൽ മറുഭാഗത്ത് നോക്കുമ്പോൾ ആ ശത്രുഗണത്തിന് അവർക്ക് നേരിടേണ്ടതായ ജനക്കൂട്ടം വളരെ കുറച്ചും അശക്തരും ആയുധങ്ങൾ വേണ്ടതുമില്ലാത്തവരും ചെറുത്തു നിൽക്കുവാൻ ശക്തിയില്ലാത്തവരുമാണെന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല, അവർ അവരുടെ ബലത്തിൽ ആശ്രയിക്കും. അവർക്കറിയാം they are capable to fight together. മറ്റവരെ കീഴടക്കുവാൻ അവർക്ക് കഴിയും, അവർക്ക് ശക്തിയുണ്ട്, ജയം അവർക്ക് അവരുടെ മനസ്സിൽ ഉറപ്പാക്കും. എന്നാൽ അശക്തനെ സംബന്ധിച്ചിടത്തോളം, ബലം കുറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ ഒരു ആശ്രയമില്ല, അവൻ അങ്ങനെ ഒരു വിശ്വാസമില്ല. ഈ ബലം കൂടിയവന്റെ മുന്നിൽ അവൻ അടിയറ പറയുവാൻ ഉള്ളതായ ഒരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ തീർച്ചയായിട്ടും അവൻ ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച ഒരു ഭക്തനെ കുറിച്ചാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മിദ്യാന്യർ എന്ന് പറയുന്നതായ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹം, അവർ പല ആയിരം 10,000 കണക്കിനായിട്ട് വെട്ടിക്കിളികൾ കുമിഞ്ഞുകൂടുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന് നേരെ പാഞ്ഞെടുക്കുവാൻ പാളയമിറങ്ങി. ഇസ്രായേൽ ജനമാകട്ടെ എണ്ണത്തിൽ വളരെ കുറവാണ്, അവർക്ക് വേണ്ടത്ര ആയുധങ്ങളൊന്നുമില്ല, കൊല്ലനും മറ്റ് ആശാരിയും ഒക്കെ അവരുടെ ഇടയിൽ വളരെ കുറവാണ്, ഇരുമ്പായുധങ്ങൾ നന്നേ കുറവാണ്. മറ്റിടത്താണ് മിദ്യാന്യരാണെങ്കിൽ അവരവിടെ വർഷങ്ങളോളം തലമുറകളായിട്ട് അവരവിടെ പാർക്കുന്നവരാണ്, അവരുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളുമുണ്ട്. പക്ഷെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അക്കാലത്ത് നായകനായിരുന്ന ഗിദെയോൻ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവേ, എണ്ണത്തിൽ പെരുപ്പമുള്ളതായ ബുദ്ധിശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ബലം കൊണ്ടും ഉന്നതരായിരിക്കുന്ന ഈ മിഥ്യാന്യരോട് ഞങ്ങൾ എതിരിടുവാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നീ ജയം തരുമോ എന്ന് ദൈവത്തോട് ചോദിച്ചു. അവൻ ചോദിക്കുന്ന ദൈവമാരാ? സർവശക്തനായ ദൈവം. മിഥ്യാന്യരെയും ഇസ്രായേലരെയും എല്ലാ ചൈനക്കാരെയും ഇന്ത്യക്കാരെയും റഷ്യക്കാരെയും അമേരിക്കക്കാരെയും ഒക്കെ സൃഷ്ടിച്ചവനായ ദൈവം ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ധനവും ബഹുമാനവും വിജയവും ഒക്കെ കൊടുക്കുന്നത് സ്വർഗത്തിൽ നിന്നല്ലേ? ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ്രയം വെച്ചിരിക്കുന്ന ഗിദെയോൻ ദൈവത്തിൽ ആശ്രയം വെച്ച് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. തീർച്ചയായിട്ടും നമ്മളിത് വായിക്കണം, നമ്മളിത് വായിച്ച് ഗ്രഹിക്കണം. നോക്കൂ, ദൈവം ഗിദെയോനോട് പറയുന്ന കാര്യം, അതിൻ്റെ കീഴോട്ട് പറയുന്നതായ ചരിത്രങ്ങളൊക്കെ ആ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് 2-ാം വാക്യത്തിൽ മാത്രം ഇടപെട്ട് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം ഗിദെയോന് അരുളപ്പാടായി ലഭിച്ചതെന്തെന്നാൽ, നീ നിന്റെ കൂടെയുള്ള ജനങ്ങളെ മുഴുവനും വീട്ടിൽ പറഞ്ഞയക്കും. പല പരീക്ഷകളിൽ കൂടെ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഗിദെയോനെ ദൈവം പഠിപ്പിച്ചു. എങ്ങനെ യുദ്ധത്തിന് പോകുവാൻ ആൾക്കാരെ തിരഞ്ഞെടുക്കണം? കുറച്ചു പേര് മതി. ദൈവം അവനോട് പറഞ്ഞത്, നിന്റെ കൂടെ 13,000 പേരുണ്ടല്ലോ, ഇതിൻ്റെ ആവശ്യമില്ല, ഇവരെ കൊണ്ടല്ല ഞാൻ എൻ്റെ ജോലി ചെയ്യിക്കുന്നത്. എന്തുകൊണ്ട്? അവരെ പറഞ്ഞു വിടണം. അവരെല്ലാം യോദ്ധാക്കളല്ലേ, അവരെല്ലാം യോദ്ധാക്കളായി യുദ്ധത്തിനായി വന്നിരിക്കുന്നവരല്ലേ. അതിൽ കുറച്ചു പേരെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വീട്ടിൽ പറഞ്ഞു വിടാനാ പറഞ്ഞിരിക്കുന്നത്. അതൊരു തോൽവിയുടെ ലക്ഷണമല്ലേ? ഗിദെയോന് വളരെ സംശയം തോന്നി. അങ്ങനെ എങ്ങനെയാ അംഗം പൊരുതുന്നത്? ദൈവം ഗിദെയോനോട് പറയുകയാണ്, എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ ബലം കൊണ്ടും നീ ജയിച്ചു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കുവാൻ ഞാൻ ആൾപ്പെരുപ്പം കൊണ്ടല്ല എൻ്റെ യുദ്ധം നിനക്കായി ചെയ്യുന്നു. നിന്റെ യുദ്ധം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നത് നിന്റെ ബലത്തിലും നിന്റെ ജ്ഞാനത്തിലും നിന്റെ ബുദ്ധിയിലും ആശ്രയിച്ചും കൊണ്ടല്ല. ഞാനാണ് യുദ്ധത്തിന് പോകുന്നവൻ,
ഞാനാണ് യുദ്ധം ചെയ്യുന്നവൻ. മിദ്യാന്യർ യുദ്ധം ചെയ്യുവാൻ വരുന്നത്, എൻ്റെ ജനത്തോട് വരുന്നത് എന്നോട് ചെയ്യുന്നത് പോലെയാണ്. ഗിദെയോൻ ദൈവത്തിലെ അരുളപ്പാടുകൾ പൂർണ്ണമായി അനുസരിച്ചു. കേവലം സെലക്ട് ചെയ്ത 300 പേരെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് തരുന്നതായ 3 പാഠങ്ങൾ എന്താണെന്നറിയാം. ഒന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ ബലം കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും നിന്റെ പോരാട്ടങ്ങളെ ജയിച്ചു എന്ന് നീ പറയാതിരിക്കുവാൻ. ദൈവം ആൾപ്പെരുപ്പത്തിൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഒരു കുറഞ്ഞ ശക്തി ദൈവം തിരഞ്ഞെടുക്കുന്ന ഏതാനും ചില വ്യക്തികളുടെ 1-2 പേരുടെ ആ ജ്ഞാനവും ബലവും ഉപയോഗിച്ചുകൊണ്ട് ദൈവം വെട്ടുകിളിയെ പോലെ പടർന്നു കിടക്കുന്നതായ കുമിഞ്ഞുകൂടിയിരിക്കുന്നതായ മിദ്യാന്യരുടെ ജനത്തെ, ആ സംഘത്തെ, ആ പടയാളികളെ തോൽപ്പിക്കുവാനും അവരുടെ മുൻപിൽ നിന്നെ ജയാളിയാക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ നിന്റെ ബലം കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും നിന്റെ പോരിനെ ജയിച്ചുവെന്ന് നീ പറയരുത്. വേറെ 2 കാര്യങ്ങളൂടെ ഉണ്ട് ദൈവത്തിന് പറയുവാൻ. എന്താണെന്നറിയാം. 2-ാമത്തെ കാര്യം, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഞാൻ സമ്പത്ത് നേടി എന്ന് എൻ്റെ ജനം പറയരുത്. സ്തോത്രം. നിനക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, നിനക്ക് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ നീ അതിന്മേൽ നോക്കി എൻ്റെ കൈയുടെ ബലത്താൽ, എൻ്റെ ശക്തി കൊണ്ട് ഞാനിത് ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കുവാൻ വേണ്ടി നീ സമ്പത്തുണ്ടാക്കുമ്പോൾ ദൈവം അതിന്മേൽ ഒരു കൺട്രോളിങ് കാണും. യെസ്, നീ ദൈവത്തിൻ്റെ മക്കളാണോ? ദൈവത്തിൻ്റെ ജനമാണോ? സർവശക്തനിൽ ആശ്രയിക്കുന്നവനാണോ? അങ്ങനെയെങ്കിൽ ഈ ഒരു കൺട്രോളിങ് നിന്റെ മേലിൽ കാണും. കാരണം നീ ഒരിക്കലും പറയരുത്, നിന്റെ ബലം കൊണ്ടാണ്, നിന്റെ ശക്തി കൊണ്ടാണ് നീ സമ്പത്തുണ്ടാക്കിയത്. അതിനുശേഷം യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിങ്ങനെ പറയുന്നു, അവിടെ ഇങ്ങനെ പറയുന്നു: എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു, ഞാൻ ബുദ്ധിമാൻ എന്ന് നീ പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അർത്ഥം, നിനക്ക് എവിടെ ബുദ്ധി ആവശ്യമാണോ, നിനക്ക് എവിടെ ജ്ഞാനം ആവശ്യമാണോ, അവിടെ ദൈവത്തിൻ്റെ കൃപ നിനക്ക് മതി. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറഞ്ഞതായ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതായ അനേക ആവശ്യങ്ങൾ, അനേക വേദനകൾ, അനേക കാര്യങ്ങളുടെ പരിഹാരത്തിനായി പലവിധമായ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് ചോദിച്ചു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു. ഒരു പക്ഷെങ്കിൽ ദൈവം മനസ്സറിഞ്ഞത് തന്നേക്കും എന്ന് കരുതി പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവത്തെ ഓർപ്പിച്ചു കൊണ്ടിരുന്നു. 3-ാം പ്രാവശ്യം പൗലോസ് നിർബന്ധമായി ദൈവത്തിൻ്റെ ഹിതത്തെ, പൂർണ്ണമായ ഹിതത്തെ ഗ്രഹിക്കാതെ വീണ്ടും ദൈവത്തെ ഓർപ്പിച്ചതുകൊണ്ട് പൗലോസിനോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ജ്ഞാനം ആവശ്യമുണ്ടോ? ബുദ്ധി ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. നിനക്ക് സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ? നിനക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? നിന്റെ മുൻപിൽ പലവിധമായ ആവശ്യങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ശത്രുക്കൾ നിന്റെ മേൽ പോരാടുവാൻ എണ്ണിക്കൂടാത്ത പെരുപ്പമുള്ളതായ ഒരു പടജനങ്ങളുമായിട്ട്, ആയുധങ്ങളുമായിട്ട് നിന്റെ നേരെ അടുക്കുന്നുണ്ടോ? നീ അവരെ കണ്ട് ഭയക്കുന്നു. നിനക്ക് പേടിയുണ്ടോ? ഗിദെയോനോട് ദൈവം അങ്ങനെയാ ചോദിച്ചത്, നിനക്ക് പേടിയുണ്ടോ? എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം അവൻ സകലത്തിനും മതിയായ. സ്തോത്രം. നീ സകലത്തിനും മതിയായവനാണ്. ദൈവത്തിൻ്റെ കൃപ നിന്നിൽ വസിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കൃപ നിന്നിൽ ആവസിക്കുമ്പോൾ, നിന്നിൽ ഒരു വ്യാപാര ശക്തി നിന്നിൽ പരിവർത്തിതമാണ്. നീ തന്നെ ആത്മാവിൽ നിറഞ്ഞ് പറയും, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം
ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് സകലത്തിനും? എന്തൊക്കെയാണ് ലോകത്തിൽ നിനക്ക് ആവശ്യം? നിനക്ക് സമ്പത്ത് വേണം. യെസ്, ദൈവത്തിന്റെ കൃപ മതി. ആ സമ്പത്തിനെ കണ്ടെത്തുവാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ, ദൈവം തരുന്നത് കൊണ്ട് സകലത്തിനും നിനക്കത് സാധ്യമാക്കി തീർക്കുവാൻ നിനക്ക് ദൈവത്തിന്റെ കൃപ മതി. ആ കൃപ നിനക്ക് ജ്ഞാനം തരുന്നു. ആ കൃപ നിനക്ക് ബുദ്ധി തരുന്നു. ശത്രുക്കളിൽ മേൽ ജയം തരുന്നു. വേദനയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ആരും സഹായമില്ലാത്ത സ്ഥാനത്ത് സകലരും നിന്നെ ഉപേക്ഷിച്ചു എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്ത സ്ഥാനത്ത് എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. ആ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ കൃപ ആവശ്യം എന്നർത്ഥം. ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ബുദ്ധി നിന്നിൽ പ്രാവർത്തികമാകുവാൻ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണം. ആ കൃപയില്ലാതെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഗിദെയോനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മോടും പറയുകയാണ്, നീ വലിയ പടജനത്തെ കണ്ട് ഭയപ്പെടാതെ, നീ പേടിക്കാതെ, നിന്റെ കൈ എവിടെയാണ് പിടിച്ചിരിക്കുന്നത് നിനക്കൊരു ഉറപ്പ് ഉണ്ടാകുമോ? സർവശക്തനായ ദൈവത്തെ, സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ച ദൈവത്തെ, ഈ വാനവും ഭൂമിയും എല്ലാം, ജ്ഞാനിയെയും ബുദ്ധിമാനെയും ശക്തിമാനെയും ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം ഉണ്ടാക്കിയത്, ചേർത്തിണക്കുന്നത്, തൻ്റെ ഹിതം പോലെ ഉപയോഗിക്കുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വർഗം തീരുമാനിക്കുന്നു. ആ സ്വർഗത്തിലാണ് നിന്റെ ആശ്രയമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഓരോ കണ്ണുനീരിനും ഒരു മറുപടിയുണ്ട്, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളുടെയും മുഖത്ത് ഒരു മറുപടിയുണ്ട്, ഓരോ ചോദ്യത്തിൻ്റെയും മുഖത്ത് ഒരു മറുപടിയുണ്ട്. ഒറ്റ ഒരു വാക്കേ ഉള്ളൂ, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ട് ദരിദ്രരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ കൃപ നിനക്ക് തന്നിട്ട് നീ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ട്. ഇല്ല, നിന്നെ ജയാളിയാക്കി, നിനക്ക് തനിച്ച് നിൽക്കുവാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ദൈവം തന്റെ കൃപ നിനക്ക് ഒഴുക്കി നിന്നെ ശക്തനാക്കിയില്ലേ? രോഗിയായി ബലഹീനയായി പലപ്പോഴും തകർന്നടിഞ്ഞ് ആരുപോലും സഹായിക്കുവാൻ വൈദ്യശാസ്ത്രങ്ങൾ നിന്നെ കൈവിട്ടപ്പോൾ ദൈവത്തിന്റെ കൃപ നിനക്ക് തന്നില്ലേ? മറ്റുള്ളവർ നിന്നെ പരിഹസിച്ചപ്പോൾ സഹിക്കുവാനുള്ള കൃപ നിനക്ക് തന്നില്ലേ? തോൽക്കുമെന്ന് തോന്നിയതായ പല സ്ഥാനങ്ങളിലും നിന്നെ ജയാളിയാക്കിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് നിനക്കറിയില്ലേ? ആ കൃപയുമായി ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. മിദ്യാന്യരുടെ പടയാളികളുടെ സംഘത്തെ കണ്ട് ഭയപ്പെടുന്ന ഗിദെയോനും സംഘമേ, നിന്റെ കണ്ണുകളെ പാളയത്തിലേക്ക് ചെല്ലുക. ദൈവം ഗിദെയോനോട് പറയുകയാണ്, നാളെ രാവിലെ നീ എഴുന്നേറ്റ് പാളയത്തിന്റെ മുഖത്തേക്ക് ചെല്ലുക, ഭയപ്പെടാതെ ചെല്ലുക, പേടിക്കാതെ. അവിടെ ചെല്ലുമ്പോൾ നിന്റെ ശത്രുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷ നിനക്ക് കേൾക്കാം. ഒരു ദർശനം ദൈവം അവരെ കാണിച്ചിരിക്കുന്നു. അവർ തോറ്റോടുന്ന അവരുടെ പാളയങ്ങളുടെ തകർച്ചയെക്കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയതിന്റെ കഥ അവർ സംസാരിക്കുന്നു, നീ കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ നിനക്ക് ബോധോദയം ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ മനസ്സിലാക്കുവാൻ, നിന്റെ ശത്രുക്കളുടെ അനുഭവത്തെ വിവരിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് ദൈവം നിന്നെ കേൾക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശത്രുക്കൾ സംസാരിക്കുന്നു, അവർ തോറ്റുപോയി, അവർ സ്വയം തോറ്റുപോയി. അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ, ആ കഥ നീ കേട്ടപ്പോൾ നിന്റെ ജയം നിനക്ക് ഉറപ്പായി. ഗിദെയോൻ തന്റെ ജനത്തോട് വന്ന് പറയുകയാണ്, ദൈവം ജയം നമുക്ക് തന്നിരിക്കുന്നു. ശത്രുക്കളെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഏൽപ്പിക്കുമെന്നല്ല, ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടത് പറഞ്ഞെന്നറിയാം? ആ ശത്രുക്കൾ കണ്ടതായ ദർശനത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എൻ്റെ ദൈവം ശത്രുക്കളുടെ വായിൽ നിന്ന് എന്നെ ജയത്തിന്റെ ഘോഷം എന്നെ കേൾപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മറ്റാരിൽ നിന്നുമല്ല, എന്നെ ഉപദേശിക്കുന്ന ഉപദേശിയിൽ നിന്നല്ല, ഭാഷയിൽ നിന്നല്ല, ഒരു പ്രവാചകനിൽ നിന്നല്ല, അല്ലെങ്കിൽ വേറൊരു മിത്രങ്ങളിൽ കൂടെയല്ല. ഒരു ശത്രുവിന്റെ വായിൽ നിന്ന് ചില വാക്കുകൾ ഞാൻ കേട്ടു. എന്തായിരുന്നു ആ വാക്കുകൾ? ജയത്തിന്റെ ഘോഷം നിനക്കാണെന്നുള്ളത്. നിന്റെ പാളയത്തിലാണ് ജയത്തിന്റെ ഘോഷം ദൈവം മുഴക്കുവാൻ പോകുന്നതെന്ന് മറ്റാരുമല്ല, നിന്റെ ശത്രുക്കൾ സംസാരിക്കുന്നു. ദൈവത്തിന് അതാണ് കേൾപ്പിക്കാൻ. ഇതാണ് ദൈവത്തിന്റെ കൃപയുടെ മഹാത്മ്യം. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവർ മന്ദഹസിച്ച്, അല്ലെങ്കിൽ
അവർ മന്ദമായി ഇരു കൂട്ടരും ചേർന്ന് സംസാരിക്കുന്ന വാക്കുകളെ ദൈവം നമ്മുടെ കാതുകളിൽ കൊണ്ടുവരും. നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരായി സംസാരിക്കുന്ന വാക്കുകൾ ദൈവം നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ നിന്ദയും അവരുടെ ഉപദ്രവങ്ങളും അവരുടെ പദ്ധതിയും ദൈവം തോൽക്കുമാറാക്കും. ജയം നിനക്കുറപ്പ്. സമ്പത്ത് നിനക്കുള്ളത് അത് ദൈവത്തിന്റെ വകയാണ്. എന്നാൽ നീ സമ്പത്തുണ്ടാക്കിയെന്ന് പറയരുത്, നീ ജയമുണ്ടാക്കിയെന്ന് പറയരുത്, നിന്റെ കൈകളുടെ ബലത്താൽ അത് ചെയ്തെന്ന് പറയരുത്. എവിടെ നീ പറയാതിരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ കൃപ പെരുകും. ഗോഡ് ബ്ലെസ് യു.